ഓണവും ഇതും. പിന്നെ ഇപ്പം ഞങ്ങൾ മുതിർന്നു, പലരും പല സ്ഥലത്തായി. മദ്രാസിൽ ഞാനിപ്പോൾ ആലപ്പുഴ 11 വർഷം ആലപ്പുഴ വന്നു. എന്നിട്ട് പോലും ഇവിടെ പോലും വീട്ടിൽ അപൂർവമായി. ഞാൻ ഒരു ഓണത്തിന് സൗത്ത് ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ പല സ്ഥലങ്ങളിലാണ് നമ്മൾ പോകുന്നത്. എന്നാൽ തന്നെയും മദ്രാസിൽ പോകുമ്പോൾ ഞങ്ങൾക്ക് എന്നും ഓണമാണ്. ഒന്നിച്ച് വല്ലപ്പോഴും അല്ലേ കാണുന്നത്. അപ്പം ഇപ്പോഴും ഞങ്ങളുടെ മക്കളും ഒക്കെ ആയി. ആഘോഷങ്ങളുടെ കാര്യം പറയുമ്പോൾ ചേച്ചി എപ്പോഴും എങ്ങനെയാ വെച്ചാൽ വീട്ടിലെ സ്ത്രീകൾക്കായിരിക്കും കൂടുതൽ ആക്ടിവിറ്റീസ് ഉണ്ടാവുക. ഓണ സമയത്താണെങ്കിൽ തന്നെ ഇപ്പം വിഭവസമൃദ്ധമായ സദ്യ അതെന്ന് പറയുന്നത് അടുക്കള ഡിപ്പാർട്ട്മെന്റ് സ്ത്രീകൾ പിന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പൊ പ്രത്യേകിച്ച് ഉപ്പേരി, ചക്രവരട്ടി, കടുകടക്ക, അതുപോലത്തെ ഓരോ പലഹാരങ്ങൾ ഉണ്ടാക്കുക, ഇതൊക്കെ അടുത്ത വീടുകളിൽ കൊടുത്തയക്കുക, പായസം വെക്കുക. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഓണക്കളികൾ ഇപ്പം ചേച്ചിക്കൊക്കെ സ്ഥിരമായ ഒരു പുളിമരം ഉണ്ടായിരുന്നോണ്ട് ഊഞ്ഞാലാട്ടം ഒരു പ്രശ്നമല്ല. പക്ഷെ അല്ലാത്തവർക്ക് ഊഞ്ഞാലാട്ടം, അത്തപ്പൂക്കള ഇടുക, ഇതൊക്കെയുണ്ട്. ഈ ആണുങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവരുടെ എന്ത് സംഭവം, അവരെന്ത് നേരം പോക്ക്? ആണുങ്ങൾ എന്ന് വെച്ചാൽ അന്ന് ഈ കുടുംബത്തിലെ പണ്ട് ഇപ്പൊ നമ്മുടെയൊക്കെ കാലഘട്ടത്തിന് മുൻപ് നോക്കുകയാണെങ്കിൽ ഇവര് ഒത്തിരി പേരില്ലേ വീട്ടില്. എല്ലാവരും ഒന്നിച്ചിരുന്ന കാര്യങ്ങളോ പരദൂഷണമാണ് മെയിൻ. ഒക്കെ പരദൂഷണങ്ങളും പിന്നെ കണ്ടത്തിന്റെ കാര്യം. എപ്പോഴും സ്ത്രീകളെ എല്ലാവരും പരദൂഷണം പറയുന്നതായിട്ട് കൂട്ടിയിരിക്കുന്നത്. പെണ്ണെന്ന് പറഞ്ഞ പരദൂഷണം കാണാം. നമുക്ക് വന്നിട്ട് സ്വരദൂഷണമാണ്. അടക്കം പറയും, കണ്ടോ അപ്പുറത്ത് അവിടെ സാരി കണ്ടോ, നമ്മൾ വന്നവരുടെ സാരിയാ. പക്ഷെ പറയുന്ന സ്വരദൂഷണം ഇല്ലേ, അത് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുമ്പോ അത് രഹസ്യഭാവം വരുന്നതാണ്. രഹസ്യ സ്വഭാവം വരുന്നത് നമ്മുടെ ഹസ്കി വോയിസ് വരുന്നതാണ്. ആണുങ്ങളതല്ലോ ഉറക്കെ പറയാ. അവന്റെ ഭാര്യ അവന്റെ കൂടെ പോയി പറയുന്ന ഒരു വലിയ പരദൂഷണം. പക്ഷെ അത് അട്ടഹസിച്ച് പറയുമ്പോൾ അതിന്റെ വാല്യൂ അവിടെ പോയി. അതൊരു പബ്ലിക് ഇൻഫർമേഷനായി. സത്യം പറഞ്ഞാൽ നമ്മൾ പെണ്ണുങ്ങൾ കഴിയുന്നത് നമ്മൾ ഒത്തുകൂടുമ്പോൾ ഒരിക്കലും നമ്മൾ കഴിയുന്നത് നമ്മൾ പരദൂഷണം അങ്ങനെ അങ്ങ് പറയാറില്ല. നമുക്കിപ്പോൾ സീരിയലിൽ കണ്ട ഡ്രസ്സുകൾ, ആ നടിയിട്ട ഡ്രസ്സ്, അല്ലെങ്കിൽ സിനിമയിൽ കണ്ട ഡ്രസ്സ്, അല്ലെങ്കിൽ ഇവരിട്ട് നമ്മൾ ഈ വസ്ത്രധാരണവും ഓർണമെന്റ്സും ഇന്നലെ പരസ്യത്തിൽ കണ്ട പെണ്ണിട്ട്, അല്ലെങ്കിൽ വലിയ ദോഷമില്ലാത്ത രീതിയിലുള്ള പരദൂഷണം, അത്രേ ഉള്ളൂ. അത് പറയുന്നതിലാണ്. ഇന്നലെ ആലുക്കാസിൽ ആ പെണ്ണിട്ട മാല കണ്ട എന്തിനിങ്ങനെ കണ്ടാന്ന് ചോദിച്ചത്. അതിട്ട മാല കണ്ടോ എന്ന് ചോദിച്ചാൽ പോരെ. ആണുങ്ങൾ നേരെ തിരിച്ചു. അപ്പൊ നമുക്ക് സ്വരദൂഷണമാണ് നമുക്ക് കൂടുതൽ, പരദൂഷണമാണ്.